ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്ന് ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ. രാവിലത്തെ അവസ്ഥ ഇതാണ്. മഴ പെയ്ത് തോർന്ന് വരിക. രാവിലെ ഞാൻ ചോറ് എല്ലാം വെച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി വാർക്കണം. അപ്പോഴത്തേനൊരു തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പടവലങ്ങായും സവാളയൊക്കെ ഇട്ടൊരു തീയൽ. ജീരകവെള്ളം തിളപ്പിക്കാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. തീയലിനെല്ലാം വറുത്തും വെച്ചിട്ടുണ്ട്. തീയൽ മുരിങ്ങയ്ക്കായും പടവലങ്ങായും പച്ചമുളകും സവാളയും കിഴങ്ങും കൂടാണ്. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കൂട്ടാൻ തീയല. മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ട് തീയ ഒന്ന് കൂട്ടി കൊടുത്തു. ആദ്യം കുറച്ച് വെച്ചിരിക്കുമായിരുന്നു. ഒന്ന് തിളച്ച് വരുമ്പോൾ തക്കാളിയും ഇച്ചിരി പുളിയും കൂടെ ചേർക്കും. ആ സമയത്ത് നമ്മുടെ കിളി നനഞ്ഞ് കുളിച്ച് പാവം അവിടെ മക്കൾക്ക് തീറ്റിയെടുക്കാൻ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു അവളോട്, നീ നനഞ്ഞു ഓടിയെന്ന് കഷ്ടം. അവൾ നനഞ്ഞ് കുളിച്ച് ഇരിക്കുക. മുറ്റത്ത് നല്ല മഴയല്ലായിരുന്നു, ഇപ്പോഴും മഴ ചാറുന്നുണ്ട്. അപ്പോൾ അവൾ പാവം ഒന്ന് തോർന്നു വന്നപ്പോൾ ഓടി വന്നതാണ് എന്തെങ്കിലും കഴിക്കാൻ. അവൾക്കും കഴിക്കാം, പിള്ളേർക്കും കൊണ്ട് കൊടുക്കാം. പിള്ളേരിരുന്ന് ബഹളം വെക്കുന്ന കേൾക്കാം എനിക്ക്. അവൾ പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ ചീമച്ചക്ക മേടിച്ചായിരുന്നു. അത് കുറച്ച് ഒരു പകുതി കണ്ടിത് വലിയൊരു ചീമച്ചക്കയാണ്. അതിൻ്റെ പകുതി എടുത്ത് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാവിലത്തേക്ക് 2 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. പുട്ടും മുട്ട പുഴുങ്ങിയത് ഏത്തപ്പഴം ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തീയലിന് കടുക് വറുത്തിടണമല്ലോ. തീയലെല്ലാം വെന്തു, അരപ്പൊക്കെ ചേർത്തത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി അതിന് കടുക് വറക്കാൻ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചൊഴിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്യുവാണ്. ഇപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കുവരട്ടിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വലിഞ്ഞ് അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് മൊരിയാൻ തീ കുറച്ചിട്ടിരിക്കുക. വേണ്ട കടുക് വറുത്ത് താളിച്ചൊഴിച്ചു. തീയലെല്ലാം റെഡിയായി. പിന്നെ ഇന്നലെ വെച്ച പഴുത്ത മാങ്ങ കറി, മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും, അതിരിപ്പുണ്ട്. ഭരണിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള പഴുത്ത മാങ്ങ കറിയാണ്, അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി, എങ്ങനെ വേണേലും പറയാം. പിന്നെ ഒരു മാങ്ങ വെച്ചൊരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. മോൻ ചോറെല്ലാം എടുത്തു. തീയലും പഴുത്ത മാങ്ങ കറി, ചമ്മന്തി, മെഴുക്കുവരട്ടി, വെള്ളമെല്ലാം എടുത്ത് റെഡിയാക്കി എല്ലാം അടച്ച് റെഡിയാക്കി വെക്കുവാണ് കൊടുത്തു വിടാൻ. പിന്നെ രാവിലെ പുട്ടും മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴമായിരുന്നു. അതും എല്ലാം രാവിലെ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കാപ്പി കൊടുക്കാനായിട്ട്. അപ്പം കാപ്പിയും കൊടുത്തു, ചോറും എല്ലാം പാക്ക് ചെയ്ത് എല്ലാം പറഞ്ഞു വിട്ടു. ഞാൻ ഇന്നത്തെ രാവിലത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത്